ഞാൻ ഒറ്റൂർ പഞ്ചായത്തിൽ മുളറാങ്കോട് 5-ാം വാർഡിൽ താമസിക്കുന്ന എൻ്റെ പേര് രാജു എന്നാണ്. ഞങ്ങളൊരു കുടുംബത്തോടെ ഇവിടെ താമസിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തെ മഴയത്ത് ഈ വീട്ടിൻ്റെ പല ഭാഗങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വർഷങ്ങൾക്ക് മുമ്പേ ഈ വീട്ടു നമ്പറിന് വേണ്ടി പഞ്ചായത്തിൽ പലതവണ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിൽ മേടിക്കുന്ന സമയത്ത് ഒരു നമ്പറുണ്ട്. പോങ്ങനാടാണ് എൻ്റെ സ്ഥലം. ഞങ്ങൾ പോങ്ങനാടിൽ നിന്ന് ഈ ഒറ്റൂർ പഞ്ചായത്തിൽ മുളറാങ്കോട്ട് വന്ന 5-ാം വാർഡിൽ സ്ഥലം മേടിക്കുകയും ഒരു വീടും പെരടം ഉൾപ്പെടെയാണ് നമ്മൾ മേടിച്ചത്. പക്ഷേ ആ 5 സെൻറ്റാണ്. പക്ഷെ അതിൽ നമ്മളിപ്പോൾ അറിയുന്നത് ഈ 5 സെൻറ്റും വയലാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. ഈ വയലാണെങ്കിൽ ഞങ്ങളൊരു വീട്ട് മേടിച്ചപ്പോൾ അതിലൊരു നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ പൊതുജനങ്ങളത് കാണണം. ഇതാണ് നമ്പർ 326. പക്ഷെ ആ നമ്പർ തിരക്കി ചെന്നപ്പോൾ പഞ്ചായത്ത് ഇല്ലെന്നാണ് പഞ്ചായത്തിൽ അധികൃതർ പറയുന്നത്. അതിനെ തുടർന്ന് ഞാൻ പലതവണ പഞ്ചായത്തിൽ കയറി ഇറങ്ങി. അവസാനം ഞാൻ കയറി ഇറങ്ങിയതാണ് 1/27/2025. അതിൻ്റെ കെച്ചും പ്ലാനുകളാണ് ഇത് കാണുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തതിൻ്റെ ഇതാണ്. സെക്രട്ടറി വേണ്ടെങ്കിൽ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സെക്രട്ടറി കൊടുത്ത തെളിവാണ്. വീട്ടിൻ്റെ പ്ലാനിങ് എല്ലാം വരച്ചാണ് കൊടുത്തത്. ഈ അപേക്ഷകൾ ഇന്ന് സെക്രട്ടറി പറയുന്നത് ഇത് നിരസിച്ചെന്നാണ് പറയുന്നത്. ഇന്ന് ഈ 2 ദിവസത്തെ മഴയെ തുടർന്ന് വീടിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് പൊട്ടലും കാറ്റത്ത് മറിയുന്ന കണ്ടീഷനിൽ ഇരിക്കുന്നതാണ്. അടുക്കള മൊത്തം ഷീറ്റ് മൊത്തം കാറ്റടിച്ച് പറത്തുകയും മഴ പെയ്തപ്പോൾ വെള്ളം മൊത്തം അടുക്കളയിലകത്താണ് വീഴുന്നത്. പിന്നെ വീട്ടിൻ്റെ പല ഭാഗങ്ങളും തൂണിൽ നിർത്തിയേക്കുന്നതാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് പഞ്ചായത്തിൻ്റെ പല തവണ ചെന്ന് സെക്രട്ടറിയേറ്റ് നമ്മൾ അവതരിപ്പിച്ചാണ് വീട് തൂണിലാണ് നിർത്തിയേക്കുന്നത്, എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞാർക്ക് ഇതുവരെയും അവിടെ നിന്നൊരു നീതി ഉണ്ടായിട്ടില്ല. ഈ വസ്തു മേടിച്ചത് 2016 ഈ വസ്തു മേടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ വീട്ടു നമ്പർ ഇതടക്കണം. അതിലൊരു വീട്ടു നമ്പർ ഉള്ളതെന്ന് പറയുന്നത് ഇതാണ്. വീട്ടു നമ്പർ എന്ന് പറയുന്ന 326 5-ാം വാർഡിലാണ്. ആ നമ്പർ ഇതടക്കണം. ഈ വീട്ടിന്റെ പ്ലാൻ ആണോ വരച്ചത്? ഇത് എന്തിനു വേണ്ടിയാണ് വരച്ചത്? അത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ സാധാരണ നമ്മളൊരു വീടുണ്ടെന്നുള്ളൊരു പഞ്ചായത്തിന് ബോധ്യപ്പെടുത്തുന്ന പറഞ്ഞാൽ വീട്ടിന്റെ സ്കെച്ചും പ്ലാനും വരച്ചാണ് കൊടുക്കേണ്ടത്. അത് ഈ വീടെന്നല്ല, ഏതൊരു വീട്ടിലും ഏതൊരു പഞ്ചായത്തിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആ രീതിയിൽ ഞാനും എല്ലാം പ്ലാനും വരച്ചാണ് കൊടുത്തേക്കുന്നത്. ഇത് നമ്പർ ഇല്ലെന്ന് പഞ്ചായത്തിൽ നിന്ന് നമ്പർ ഇല്ലെന്ന് പറഞ്ഞ ശേഷമാണോ നിങ്ങൾ ഈ പ്ലാനും എല്ലാം വരച്ചു കൊടുത്തത്? അതെ, പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു നമ്പർ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പെരേഡ് വാങ്ങിയ സമയത്ത് നമ്പർ ഉണ്ടായിരുന്നോ? വീട്ടിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ വെച്ചാണോ ഈ പ്രമാണം എഴുതിയത്? ഇതിപ്പോ വില്ലേജ് ഓഫീസിലോ പഞ്ചായത്തിലോ ഈ നമ്പർ നിലവിലുണ്ടോ? പഞ്ചായത്തിൽ നിലവില്ലെന്നാണ് പറയുന്നത്. വില്ലേജ് ഓഫീസിലും ഇല്ല. നിങ്ങൾ ഈ വസ്തു വാങ്ങിച്ച ശേഷമാണ് ഈ ഇലക്ട്രിസിറ്റി കിട്ടുന്നത്? വീട്ടിൽ നേരത്തെ ഉണ്ടോ കറണ്ട്? ഞങ്ങൾ വന്ന് സ്ഥലം കാണാൻ വന്നപ്പോഴും വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ കറണ്ട് ഉണ്ട്. അത് എങ്ങനെ ഈ വീട്ടു നമ്പർ ഇല്ലാതെ എങ്ങനെ കറണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ അതിലാണ് നമ്മൾ കറണ്ട് ഉണ്ടല്ലോ, കറണ്ട് ഉണ്ടെങ്കിൽ വീട്ടു നമ്പർ ഉണ്ടെങ്കിലല്ലേ കറണ്ട് കിട്ടുള്ളൂ. അമ്മയാണ് നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് ദയവായി ഞങ്ങൾക്ക് നമ്പർ തന്ന് ഞങ്ങൾക്ക് ഈ വീട് വളരെ ബുദ്ധിമുട്ടിലേക്കാണ് നമ്മളിവിടെ കിടക്കുന്നത്. 4 കമ്പിത്തൂണിലാണ് നമ്മൾ ഈ വീട് നിലനിർത്തിയിരിക്കുന്നത്. ജോലിക്ക് പോകുന്നത് ഞാൻ പേടിച്ചാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ എൻ്റെ കൊച്ചുങ്ങളെ, എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ എൻ്റെ വീട് ഏത് നിമിഷവും പൊളിഞ്ഞു പോകാനായിട്ടുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇത് ഏതായാലും ആരായാലും ശരി തന്നെയാണ്. എനിക്കൊരു നീതി കണ്ടെത്തി തരണം.